ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഗാർഡൻ വിസിറ്റിന് പോയാലോ? കാനഡയിൽ ഒൻറ്റാരിയോ പ്രൊവിൻസിലെ ജോർജ് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ദി ഓൾഡ് സീഡ് ഹൗസ് ഗാർഡനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഫ്രണ്ട്സ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.8 ഏക്കേഴ്സിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം, നടക്കുവാനുള്ള നടപ്പാതകൾ, കൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു വിശാലമായ ചിൽഡ്രൻസ് പാർക്ക് എന്നിവയൊക്കെയുണ്ട്. വിവിധ തരം ചെടികളും അതിലുള്ള പൂക്കളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡനിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇടയ്ക്കിടെ നടന്നു പോകുവാനുള്ള ഫുട്പാത്തും ഉണ്ട്. ആയിരത്തി 1920 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്ത് ഇവിടെ ദ ഡൊമിനിയൻ സീഡ് ഹൗസ് എന്ന ഒരു മെയിൽ ഓർഡർ സീഡ് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനവും അതിൻ്റെ കെട്ടിടവും സ്ഥിതി ചെയ്തിരുന്നു. അത് പിന്നീട് വൈൻഡപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് പിന്നീട് അതിൻ്റെ പേര് ദ ഓൾഡ് സീഡ് ഹൗസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പൊതുജനത്തിനായി 365 ദിവസവും തുറന്നു കിടക്കുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഇതിൻ്റെ സമയം. അഡ്മിഷൻ ഫ്രീ ആണ്. കാർ പാർക്കിങ്ങിനും മറ്റുമുള്ള നല്ല സൗകര്യമുണ്ട് ഇതിൻ്റെ മുന്നിൽ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു പച്ചക്കറിത്തോട്ടമാണ്. ഇടയ്ക്കിടെ ഫ്ലവർ പ്ലാന്റ്സും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് വിസിറ്റേഴ്സിന് പ്രവേശനമില്ല. ഇത് ഷുഗർ മാപ്പിൾ ട്രീ ആണ്. ഇവിടെയുള്ള പല പാർക്കിലും ഉള്ളതുപോലെ ഇത് മരണപ്പെട്ട ഒരാളുടെ ഓർമ്മക്കായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മാപ്പിൾ ട്രീ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികൾക്കായി നിർമ്മിച്ച ഒരു മനോഹരമായ പാർക്കാണിത്. വാക്കിങ്ങിനായി നിർമ്മിച്ച ഈ റോഡിൻ്റെ രണ്ട് വശത്തും വൃക്ഷങ്ങളും മറ്റും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെറിയ ഒരു തടാകമുണ്ട്. 8 മണി ആയതിനാൽ ഏകദേശം രാത്രി ആകാറായി. അപ്പോൾ അവിടത്തേക്ക് പോകേണ്ടെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye bye, see you.